സ്റ്റെഫി പേടിച്ച? ഇല്ല. പേടിച്ചില്ല? ഇല്ല. ഏതൊരു മലയാളി യുവാവിനെ പോലെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇതുപോലെ ഒരു ഫസ്റ്റ് നൈറ്റ്. ഈ സെറ്റപ്പുകളൊക്കെ സ്റ്റെഫിക്ക് ഇഷ്ടമായോ? ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കേണ്ടവരായിരുന്നു. അങ്ങനെയായിരുന്നു കുറച്ചുകൂടി ത്രില്ലായേനെ. ഈ അറേഞ്ച്ഡ് മാരേജിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത നാട്ടില് ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കണ്ടിഷ്ടായി, ഒരു പരിചയമില്ലാത്ത വീട്ടില് എന്ത് സംഭവിക്കാവുന്ന ഒരു രാത്രിയില് ആരും പേടിച്ചു. സ്റ്റെഫി പേടിക്കണ്ട കേട്ടോ. ബോണി, എനിക്ക് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ എന്റെ മമ്മി കൂടെ ഉണ്ടല്ലോ. ഇതുവരെ തീർന്നില്ലേ ബോണി? ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് മമ്മി ഇത്രയെങ്കിലും സമ്മതിച്ചിരിക്കണേ. ആണോ? എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചല്ലേ, അതുപോലെ തന്നെ എന്റെ സ്റ്റഡീസ് കഴിയുന്നവരെ നമ്മൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും പാടില്ല. മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് യു മീൻ ഒന്നും പാടില്ല? ബോണി എന്താ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പെരുമാറുന്നേ? ആണ്ട കിടക്കുന്നു ചട്ടിയും ചോറും. എടി സയനിസ്റ്റ് വെച്ചേ, നിനക്ക് ഇത്തിരി ഐക്യ കൂടുതലാന്ന് വിചാരിച്ചു ബാക്കിയുള്ളവനെ ഒന്നും ഇല്ലാന്ന് കരുതരുത്. അതൊക്കെ പോട്ടെ, നീങ്ങ വന്നേ. ബോണി വേണ്ട. വേണം, നീങ്ങ വന്നേ. ബോണി വേണ്ട. വേണം. ബോണി വേണ്ട. വേണം. ബോണി വേണ്ട. വിടാൻ. ബോണി വേണ്ട. ബോണി വേണ്ട. വല്ല പേട്ടയൊക്കെ വീണതായിരിക്കും. ഇവള് മാർവൽ ഫാമിലിയിലെ ആളായിരുന്നു. നീയോ? നീ എന്താ ഈ കോലത്തില് ആദ്യ രാത്രിയായിട്ട് ഈ മുണ്ടന അതോളത്? ജീവൻ വേണമെങ്കിൽ റൂം അടച്ച് കിടന്നോ? താഴെ ഒരു വല കെട്ടണം. മമ്മി എന്താ ചെയ്തേന്നറിയോ? ബോണി ഈസ് മൈ ഹസ്ബൻഡ് നൗ. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നുമില്ലേലും ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ മമ്മി. അവൻ പ്രോമിസ് തന്നെയല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നോളാന്ന്. അതിനു മുന്നേ പേടിപ്പിച്ച എങ്ങനെയാ? ഇന്ന് തന്നെ ഇപ്പൊ എത്രാമത്തെ തവണയാ? അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം താ മമ്മി. എനിക്കിനി പ്രോമിസ് തന്നേ പറ്റൂ, ബോണി ഒരിക്കൽ പോലും ഉപദ്രവിക്കില്ലാന്ന്. എന്നാലും ഈ ചില്ലെങ്ങനെ പൊട്ടിയത്? ആനയെ പൊട്ടിയാ പൊട്ടുന്ന ചില്ലല്ലോ ഇത്. ഇതെന്താ സംഭവം? എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സാ? നീ കാര്യം പറടാ. അവള് തമാശ പറഞ്ഞല്ല അളിയാ. അവളുടെ മമ്മി ശരിക്കും അവളുടെ കൂടെ ഉണ്ട്, പ്രേതായിട്ട്. വെരി പവർഫുൾ. ഇത് കണ്ടാ നീ? അവളുടെ മമ്മി എന്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാ. ചാവാത്ത എന്റെ ഭാഗ്യം. എനിക്ക് ഡിവോഴ്സ് വേണം, കിട്ടിയേ പറ്റൂ. കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഡിവോഴ്സാ? അകത്ത് പോകുമ്പോണി നീ പൊട്ടക്കഥയൊക്കെ വിശ്വസിച്ചേ? ഞാൻ വിശ്വസിച്ചേ. നിന്റെ ഒടുക്കത്തെ ഐക്യു ഐഡിയ കാരണം കൊണ്ടാണ്. എന്താ സംഭവിച്ചതെന്ന് നീ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറ. ഞാൻ പറയാം. ആ പ്രേത കുഞ്ഞുണ്ടവിടെ. അടയ്ക്കാതെടാ. ഞാൻ ഇന്നലെ ജുബ്ബെ മുണ്ട കൊടുത്ത് കയറി വന്നു. അവൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ പതുക്കെ കയറി വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് പതുക്കെ ഒരു കിസ് അടിക്കാൻ പോയി. ഒരു അദൃശ്യ ശക്തി എന്നെ എടുത്ത് പുറത്തേക്ക് ഒറ്റയേറാണ്. ഞാൻ പോയി മുറ്റത്ത് വീണ്.
അവിടുന്ന് നടുവും തിരുമ്പി ഞാൻ തിരിച്ച് റൂമിൽ കയറി വരുമ്പോണ്ടല്ല ഇവിടെ ഇരിക്കുന്ന കപ്പ് സോസർ ട്രോഫി ചെടിച്ചട്ടി ഫോട്ടോ ഫ്രെയിം ടിവിയുടെ റിമോട്ട് എന്റെ മൊബൈൽ ഉൾപ്പെടെ എയറിൽ നിൽക്കുവാണ്. എന്നിട്ട് പൂക്കാവടി അടുമ്പോൾ നിന്ന് കറങ്ങുവാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞ് ബോണി ഈസ് മൈ ഹസ്ബൻഡ് ഡോണ്ട് ഡു എനിത്തിങ്. അപ്പൊ ഒരു കോപ്പ ഏതാണ്ട് വെച്ചിട്ട് ഈ സാധനം എന്റെ നെറ്റിക്കറിഞ്ഞിട്ടുണ്ട്. ദേ ബോധം കേട്ട് അവിടെ വീണിട്ട് എനിക്ക് വെളിവ് വന്നിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. ബോണി ആ കുട്ടീനെ വീണ്ടും വീണ്ടും പറ്റിച്ചോണ്ടിരിക്കുക. ഞാൻ സംസാരിക്കാം. സ്റ്റെഫി എവിടെ? അവളുടെ കാല് തറയിൽ മുട്ടുന്നുണ്ടോ നോക്ക്. മമ്മി എടുത്തോണ്ട് നടക്കുമായിരിക്കും. എടാ ബോണി ഒന്ന് പോടാ അവിടുന്ന്. ഒരു കാരണമില്ലാതെ ആ ഇലകളൊക്കെ എന്തിനാണെന്നേ. എടാ അത് കാറ്റാടാ മന്ദമാധുരൻ. എന്റെ ബോണി നീ ഇതെന്താടാ ഇത്? ബോണി ഈ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റൂ. എടാ എന്തായാലും എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ അവിടെ പോയി നിന്നല്ലേ പറ്റൂ. തൽക്കാലം അത് കിടക്കട്ടെ. എന്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ എങ്കിൽ എങ്ങനെയാണോ ഞാൻ അവിടെ പോയി നിൽക്കണേ? എടാ ഇതിന്റെ പുറകില് വേറെ എന്തോ ആണ്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം നീ നിങ്ങളുടെ ധൈര്യമായിട്ട് ചെല്ലും. ഇതൊക്കെ നിന്റെ ഒരു തോന്നലാണ് ബോണി, വെറും തോന്നൽ. ഓക്കെ നിന്റെ കമ്പനിയിൽ ഇതുപോലത്തെ പ്രേത കുഞ്ഞുങ്ങൾ ഇനി വിളിക്കുന്ന ഓ ആണ്ട വരുന്നേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ മൂന്നുപേരും കൂടെ മിണ്ടിയും പറഞ്ഞിട്ടിരിക്കും. പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴാ ചെല്ലണെന്നറിയാൻ. അധികം ലേറ്റ് ആവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാക്ക് ചെയ്യണ്ടേ? ബോണി വീട്ടിൽ നിന്ന് അധികം മാറി നിന്നിട്ടില്ല എന്ന് എനിക്കറിയാം. ഇവിടെ അടുത്തല്ലേ, ഇടയ്ക്ക് വരാമല്ലോ. താങ്ക് യു. കാർട്ടൂണൊക്കെ ഇഷ്ടല്ലേ? കുറച്ച്. ബോണി, എനിക്ക് വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മമ്മി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബോണി. ഞാനും. ബോണി, ബോണി വിചാരിക്കണ പോലെ അല്ല. മമ്മി ശരിക്കും പാവാണ്. പിന്നെ ചില കാര്യങ്ങളില് സ്റ്റബേൺ ആണ്. പക്ഷെ അതെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയാ. അതിന് ഞാൻ ചാവണോ? ബോണിക്കറിയോ, ചെറുപ്പത്തിൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത സിനദൻ സ്കൂളിൽ പപ്പ എന്നെ ചേർത്തു. സ്കൂളിൽ പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. സ്കൂളിന് മമ്മി പോകുമ്പോട്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ ആ സ്കൂളിൽ നിന്ന് മമ്മി പറഞ്ഞ സ്കൂളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് എല്ലാം ഒന്ന് ശാന്തമായത്. ഇതുപോലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മമ്മിക്ക് ഓരോ തീരുമാനങ്ങളുണ്ട്. എന്റെ ലൈഫിൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ബോണി ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ബോണിയാണ്. താങ്ക് യു. എനിക്ക് ബോണിയെ ഇഷ്ടപ്പെട്ടില്ലേ, അതുപോലെ മമ്മിക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പുണ്ട് ബോണിയെ കൊണ്ടത് പറ്റും. ശരിയാ, എനിക്കെന്തെങ്കിലും പറ്റും. Welcome home, my dear son-in-law. എന്താ ടെസ്റ്റ് ചെയ്താ? ബോണി ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയണേ. പിന്നെ പപ്പയ്ക്ക് എന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടോ? ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലോ. പപ്പ സംസാരിക്കാറൊക്കെ ഉണ്ടോ ഇവിടെ? ബോണി പോയേ. ഓക്കെ, കൈ മറന്നല്ല. കല്യാണത്തിന് മുമ്പ് സ്റ്റെഫി എല്ലാം വിശദമായി സംസാരിച്ചത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അവളുടെ മമ്മി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. ഏതൊരു മലയാളി യുവാവിനെയും പോലെ താനും ഒരു ടിപ്പിക്കൽ ഫസ്റ്റ് നൈറ്റ് ആവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഈ ഡയലോഗ് ഞാൻ അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അഫ്സോസ് കി ബാത്. അതിനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. എന്താ പറഞ്ഞേ? നിരാശാജനകമെന്ന് പറഞ്ഞതാ. എന്തായാലും തനിക്ക് വേണ്ടി
ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കാം. വലിയ ഉപകാരമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ ഞാനും അവളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ആരും തമ്മിൽ? ഞാനും അവളും തമ്മിൽ. ഇത് കേക്കൂലേ? എന്റെ അനുവാദമില്ലാതെ അവൾ ഈ മുറിക്കകത്ത് കിടക്കില്ല. പപ്പേനെ പേടിയാണല്ലേ? ആ അതൊക്കെ വഴിയെ മനസ്സിലാവും. പപ്പ ഒരു ധീരന. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സംസാരിക്കേ. ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടും ഞാൻ സ്റ്റെഫിക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? സ്മാർട്ട്നെസ്. അത് ശരാശരിയല്ലേ ഉള്ളൂ. വിദ്യാഭ്യാസവും. അത് പറയാതിരിക്കാണ് ഭേദം. അധികം ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പറയാം. സ്റ്റെഫിയുടെ മമ്മിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഏറ്റവും അനുയോജ്യൻ താനാണെന്ന് ഒരു ഇൻറ്റ്യൂഷൻ എനിക്കുണ്ടായി. ഇന്നലത്തെ സംഭവത്തോടെ താനൊരു നല്ല പോരാളിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ആ കപ്പ് എനിക്ക് വേണ്ട പപ്പ. ഹ, അങ്ങനെ പറയല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമാ, ആരും അറിയാൻ പാടില്ല. പപ്പയ്ക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട്? എനിക്ക് അവളെ പേടിയില്ലെന്നല്ലേ പറഞ്ഞോളൂ. അവക്ക് എന്നെയും പേടിയില്ല. അപ്പൊ കോംപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ വീട്ടിൽ അവക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് സ്റ്റെഫി പറഞ്ഞു തരും. അവൾ ആളൊരു നിർബന്ധ ബുദ്ധിക്കാരിയാ. ആര്? എന്റെ വൈഫേ.